ഒന്ന് കുറ്റം പറഞ്ഞിരിക്കാൻ ഒരു മരത്തണലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അല്ല, ഇന്ന് ഓമനൊന്നുമില്ലേ? അയ്യോ, ഓമനയുടെ കെട്ടിയാൽ പണിക്ക് പോയെന്നേ. ഓമനയുടെ കെട്ടിയാൽ പണിക്ക് പോയതിന് ഓമന വരാതിരിക്കുന്നില്ല. അതല്ല ചേച്ചി, ഓമനയിടാനുള്ള ഫുൾ കൈ ഷർട്ട് ഉണ്ടല്ലോ, അതിന്റെ അവളുടെ ഭർത്താവ് ജോലിക്ക് പോയേക്കുന്നത്. ഇതിപ്പോ 1-2 ദിവസമല്ല, 4 ദിവസമായി അവൾ വരാതിരിക്കുന്നത്. ഇത് ഞാൻ പഞ്ചായത്തിൽ കംപ്ലൈന്റ് ചെയ്യും. ആ, എല്ലാവരും ഒന്നിങ്ങ് വന്നേ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാവരും നമ്മുടെ സുധാകരന്റെ റേഷൻ കടയിലെത്തണം. എന്തിനാ? സുധാകരന് ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ട്. ഉണക്കിയിട്ട് കൊടുക്കുന്നുണ്ടെന്നല്ല, ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ടെന്നാ. ഓ, ഉണക്കിട്ട് കൊടുക്കുന്നുണ്ടെന്ന്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ തവണത്തെ പോലെ മണ്ണില്ലാത്ത തെങ്ങിന്റെ ചോടും കളിച്ച് എന്റെ മാനം കളിഞ്ഞിട്ടില്ല. രമണി ഒന്നവിടെ നിന്നേ. എവിടെ ചെന്നാലും അടുക്കള ചുറ്റിപ്പറ്റിയുള്ള ആ നിപ്പുണ്ടല്ലോ, അത് ഇന്ന് അവസാനിപ്പിച്ചോണം. ഇവിടെ ആരും ഇല്ലേ? ചേച്ചി, തൊഴിലുറപ്പിന്റെ ആൾക്കാരാണോ? ഇന്നലെ പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞായിരുന്നു ഇന്ന് നിങ്ങൾ വരുമെന്ന്. ദാ ആ കാണുന്നതാണ് കാട്, അവിടെ പോയി വെട്ടിക്കോ. ശരി ശരി. ചേച്ചി, കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ഓ, അതിനല്ല. എന്നാ പിന്നെ കഞ്ഞിവെള്ളം ആയിക്കോട്ടെ. ഉണ്ടെങ്കിൽ 2 വറ്റി കൂടി ഇട്ടു. എന്നാലേ ഇച്ചിരി അച്ചാറും കൂടി കഴിക്കട്ടെ. അല്ല, നിങ്ങൾ തിന്നാനാണോ അതോ കാട് വെട്ടിത്തെളിക്കാനാണോ വന്നത്? എന്താ ADS? ഓ, എല്ലാം കൂടെ തൊഴിലുറപ്പിന്റെ മാനം കളി. ചേച്ചി, കുടിക്കാൻ എന്തെങ്കിലും എടുത്താൽ മതി. എന്നാ ഞാൻ ടാങ്ക് ഇറക്കി കൊണ്ടുവരാം. അയ്യോ, കഷ്ടം. ഓമന വന്നിട്ടില്ല. ഇത് പുതിയതാണോ? എന്ത്? ഈ കമ്മല്? ആ, ഇത് പുതിയതാ. എടിയേ, ADSന്റെ പുതിയ കമ്മല് നോക്കിയേ. അയ്യോ, ഇത് എത്ര കമ്പനാ? ഇത് 2 പവനാ. ശ്ശോ, അതിന്റെ ഡിസൈൻ നോക്കിയേ നീ. ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ഡിസൈൻ അല്ലേ? ADS, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വേഗം പണി തുടങ്ങാൻ പറ പിള്ളേരോട്. ആ, പോയി പണി തുടങ്ങ. ആ, ഉണ്ട്, ഞാൻ തരാം. ഒരു പിക്കാസൂരി. ചേച്ചിയെ, ഒരു അരുവാളും കൂടി എടുത്തോ. ഉണ്ടെങ്കിൽ ഒരു കോട്ടയം. അല്ല, നിങ്ങൾ പിന്നെ എന്ത് കാണാനാണ് ഇങ്ങോട്ട് വന്നത്? ചേച്ചി, ഇപ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ കയ്യിൽ പിന്നെ എന്തൊക്കെയാ ഉള്ളത്? ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെയാ ഉള്ളത്. പൗഡറുണ്ട്, കണ്ണാടി, ചാന്ത്, ചീപ്പ്, പൊട്ട്. നിങ്ങൾ ഫാഷൻ പറയുന്നോ അതോ കാട് വെട്ടിത്തെളിക്കുന്നു? അതിനിടയ്ക്ക് ഒരു പണിയെടുക്ക. ADS, ഇങ്ങനെയാണ് കഥ പോകുന്നതെങ്കിൽ നാളെ രാവിലെ തന്നെ പഞ്ചായത്തിൽ പോയി ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. അയ്യോ ചേച്ചി, എന്റെ പണി കളയല്ലേ, ഞാൻ നോക്കിക്കോളാം. എന്താ എല്ലാരും നോക്കി നിൽക്കുന്നേ? പണി തുടങ്ങുക. ഓ, വേഗം ചെല്ലു. ഏലീസേ, പുതിയതാണോ? എന്താ ഈ സാരി? ആ, നിങ്ങളെന്നാ ചോദിക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇടി, ഓടി മാടി. ADSന്റെ പുതിയ സാരി. അയ്യോ, ഇത് എവിടെന്നാ? ഇതേ ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാ. എത്ര രൂപയായി? 5000 രൂപ. അയ്യോ, 5000 രൂപയോ? കണ്ടാൽ ഒരു 10,000ത്തിന്റെ പകിട്ടുണ്ട് അല്ലേ? ADS, നിങ്ങളോടല്ലേ പറഞ്ഞത് കാട് വെട്ടിത്തെളിക്കണമെന്ന്? അയ്യോ ചേച്ചി, ഇത്തവണത്തെ കൂടി ഒന്ന് മാറാം. ഇപ്പൊ ചെയ്യും. ചേച്ചി, മീൻ മേടിച്ചായിരുന്നോ? മേടിച്ചായിരുന്നു. എന്ത് മീനാ? ചാള. നന്നായി ചേച്ചി, വലിയ മീനൊന്നും അല്ലേലും ഇപ്പൊ മേടിക്കണ്ട. അയ്യോ, എന്നാടി? എടി, ഫോർമാലിറ്റി. അതുണ്ട്. എത്ര രൂപയ്ക്ക് മേടിച്ചു? 100 രൂപയ്ക്ക്. എത്ര കിലോ കിട്ടി? 1 കിലോ. 1 കിലോ കിട്ടിയോ? വീട്ടില് 2 പേരേ ഉള്ളൂ അല്ലേ? ആ, ഞാനും എന്റെ മോളും ഉണ്ട്. അയ്യോടാ, അപ്പൊ ഒരുപാട് മിച്ചം കാണുമായിരിക്കും. എന്നാ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തന്നേക്ക്, ഞങ്ങൾ തിന്നോളാം. അയ്യോ, നാണമില്ലേടി ഞങ്ങളുടെ വീട്ടിൽ പോയി മീൻകറി ചോദിക്കാൻ. ചോദിക്കുമ്പോ ഒരു മീൻ പൊരിച്ചതൊക്കെ ചോദിക്കണ്ടേ? എന്നാ
കൊച്ചിനെ എടുത്തോ. ഒരു വാഴയില വെട്ടിയിട്ട് അതിൽ കുറച്ച് ചോറും കൂടെ ഇട്ട് ഉരുട്ടി തരട്ടെ. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ADS അവിടെ ഫോണിൽ വിളിച്ചോണ്ട് നടന്നു. വേഗം അവരെ കൊണ്ട് പണിയെടുപ്പിച്ചു. അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി പറയും കേട്ടോ. അയ്യോ ചേച്ചി, ഇത്തവണയെങ്കിലും മാറാം. ഇപ്പൊ ചെയ്യിക്കാം. ഓ, ഇത്തവണ ഇപ്പൊ കുറെ തവണയായി എന്റെ പിന്നെ. ചേച്ചി കുട്ടികളുണ്ടോ? ഉണ്ട്, ഒരെണ്ണം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഒരെണ്ണം ഉണ്ടെന്ന്. അയ്യോ, കണ്ടോ, മുഖത്തൊരു ചുളിവ് പോലും ഇല്ല. ചമ്മന്റെ പ്രായം തോന്നുകയില്ല കേട്ടോ. ആണോ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങളുടെ ADS അടുത്ത് മതി. എന്റെ അടുത്ത് ചെലവാക്കാൻ നോക്കണ്ട. മര്യാദയ്ക്ക് കാട് കുട്ടി ഒരുക്കടി. ADS എന്താ പുതിയതാണോ? എന്ത്? ചെരുപ്പ് അല്ല, അല്പം പഴയതാ. എന്നെ സൂപ്പിച്ച് പണിയെടുക്കാതിരിക്കാനുള്ള നിങ്ങളുടെ അളവെനിക്ക് മനസ്സിലായി. എല്ലാം പോയി പണിയെടുത്തോ. 1 മണിക്കൂറിനകം ഏരിയ മുഴുവൻ വൃത്തിയാക്കിയിരിക്കണം. ഈ രണ്ട് പൂതകളും കൂടി നമ്മളെ പണിയെടുപ്പിച്ച് കൊടുക്കുന്നതിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവിടെ വന്ന് നമ്മുടെ കളിയൊന്നും നടക്കിയെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നമ്മുടെ അടവെറുക്കാം. ഏത് പാമ്പുകളിയാണോ? ആ, അതെന്താണ് ഈ പാമ്പുകളി? എടി പൊട്ടത്തി, പാമ്പുകളി എന്ന് വെച്ചാലേ ഈ പറമ്പിലില്ലേ ഒരു പ്ലാസ്റ്റിക് പാമ്പിനെ നമ്മൾ ഇടും. പറമ്പിൽ പാമ്പുണ്ടെന്ന് പറയുമ്പോ പണിയെടുക്കണ്ടെന്ന് പറയും. ജോലി എടുക്കുകയും വേണ്ട, വൈകുന്നേരം കൂലിയും കിട്ടും. എടുക്കടി, എടുക്ക. എടി, വാരി പുറത്തേക്ക് വെക്കേ. ഇച്ചിരി വെള്ളമൊക്കെ അതിന്റെ മുകളിൽ ഇട്ടോടി. എന്നാ തുറന്നാ. അയ്യോ പാമ്പേ, അയ്യോ പാമ്പേ, അയ്യോ പാമ്പേ, പാമ്പേ, അയ്യോ പാമ്പേ. വാര് വാര്, ദേ ആരുണ്ടോ? വടിയുണ്ടോ? പോയി തല്ലി കൊല്ലതിനെ. അയ്യോ, എനിക്ക് പേടിയാ. ആരെങ്കിലും ഒന്ന് കൊല്ലടി അതിനെ. അയ്യോ, ഞാൻ കൊല്ലില്ല. എന്റെ നാളായില്ല. എടി, കല്ലടി പെണ്ണുങ്ങളെ, എന്താ വടി? ചേച്ചി പോയി തല്ലി കൊന്നാ മതി. എനിക്ക് പേടിയാ. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ അവിടെ പോക്കോ. ADS ഇന്ന് പണി വേണ്ട. എന്നാലും നിങ്ങളെ പമ്പ് പഠിച്ചാൽ ഞാൻ സമാധാനം പറയണില്ല. ആ, ശരിയല്ലേടി. ഞാൻ അപ്പുറത്ത് കാണും. പാമ്പ് പോയിട്ട് എന്നെ വിളിച്ചാൽ മതി. ആ, ശരി ശരി. ഓ, ഈ വെല്ലുവിളിയും ബുദ്ധി. എടി, നോക്കി നിൽക്കാതെ നമ്മുടെ പാമ്പിനെ ചെന്നെടുക്കും. ശരിയാ, അടുത്ത വീട്ടിൽ പോയി ഇതേ പണി എടുക്കാനുള്ളതാ. സഞ്ചികളൊക്കെ എടുത്തോണ്ടേ ഒന്നും വിടണം. ഇതെന്ത് സദ്യയാണോ? എടി, പണി കിട്ടിയില്ലേ? ഓ, ഞാനൊന്ന് മറന്നു നിവർത്തട്ടെ. എടി, നീ ആ എപ്പോഴാന്റെ കഥയൊന്ന് പറഞ്ഞു. ആ, പറയാം, ഇരിക്കാം. എടി